ചെങ്കടലിൽ സൗദി അറേബ്യയുടെ കപ്പൽ ആക്രമണം നടത്തിയതായി ഹൂത്തികൾ. മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നും ഹൂത്തികളുടെ അവകാശവാദം. എന്നാൽ ആക്രമണം സൗദി അറേബ്യ സ്ഥിരീകരിച്ചിട്ടില്ല. അഫ്താബ് റഹ്മാനാണ് സൗദി അറേബ്യയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഫ്താബ്, എന്താണ് ഹൂത്തികളുടെ അവകാശവാദം? സൗദി അറേബ്യ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇന്നാണിപ്പോൾ ഹൂത്തികൾ ചെങ്കടലിൽ സൗദിയുടെ കപ്പൽ ആക്രമിച്ചതായിട്ടുള്ള വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനോട് സൗദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ചെങ്കടലിലെ തന്നെ സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട തീരമായ യാംബുവിൽ വെച്ചാണ് ഈ ആക്രമണം നടത്തിയത്. യാംബുവിലേക്കാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതും ഹൂത്തികൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിനോട് സൗദിയുടെ പ്രതികരണം ഒരു പക്ഷേ ഇത് സ്ഥിരീകരിക്കപ്പെട്ടാൽ അല്പസമയത്തിനകം ലഭ്യമാകും. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ, അതും സൗദി അറേബ്യയിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു, അതിലേക്ക് ആക്രമണം നടക്കുകയും ആ കപ്പൽ മുങ്ങുകയും ചെയ്തിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ നാവികരടക്കം 14 പേരെ രക്ഷപ്പെടുത്തി യമനിലെ തീരത്താണ് അവരിപ്പോഴുള്ളത്. സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലാണ് യമന്റെ ഭരണപ്രദേശവും അവിടെയുള്ള ഇന്ത്യക്കാരുടെ മേൽനോട്ടവും വരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളും ഇന്ത്യൻ എംബസിക്ക് കീഴിൽ ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. അവരുടെ കാര്യങ്ങളും അവരുടെ ക്ഷേമവും അന്വേഷിച്ചു വരുന്നുണ്ട്. തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇങ്ങനെ 2 ദിവസത്തിനിടെ 2 കപ്പലുകളാണ് സൗദി അറേബ്യയിൽ നിന്ന് പുറപ്പെട്ട 2 കപ്പലുകളാണ് ഹൂത്തികൾ ആക്രമിച്ചത്. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് സൗദിക്ക് മേൽ ഹൂത്തികൾ കപ്പൽ ഉപരോധം പ്രഖ്യാപിച്ചത്. യമനിലെ സൻആ വിമാനത്താവളത്തിൽ സൗദി അറേബ്യ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. എന്നാൽ സൗദി അറേബ്യ അല്ല നേരിട്ട് ആക്രമണം നടത്തിയത് എന്നുള്ളതും യമൻ സൈന്യമാണ്, യമനിലെ ഔദ്യോഗിക ഭരണകൂടമാണ് സനായിലെ വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയതെന്നുള്ളതും സൗദി അറേബ്യ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇറാൻ അനുകൂല നിലപാടെടുക്കുന്ന ഹൂത്തികൾ തങ്ങളുടെ സുരക്ഷയ്ക്ക് മേൽ ഭീഷണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സൗദി അറേബ്യയുടെ വാദം. അതുകൊണ്ട് തന്നെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തിന് പ്രത്യാക്രമണവും സൗദി അറേബ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആനുപാതികമായി ഇങ്ങോട്ട് നടത്തുന്ന ആക്രമണത്തിന് പകരമായിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളതും സൗദി അറേബ്യ ആവർത്തിക്കുന്നുണ്ട്. ഇതുവരെയും നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഇത് പരിഹരിക്കാനുള്ളത് ഇതുവരെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എണ്ണ വിലയിലുള്ള ആശങ്കയും ഇപ്പോൾ അതുപോലെ തന്നെ തുടരുകയാണ്. ശരി, അഫ്താബ് റഹ്മാൻ നൽകുകയായിരുന്നു സൗദിയിൽ നിന്നും വിശദാംശങ്ങൾ.